ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു സ്വീറ്റ് കോൺ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ സ്വീറ്റ് കോൺ ഒരുപാട് ഹെൽത്തിയുമാണ്. സ്വീറ്റ് കോൺ റിച്ച് ഇൻ ഫൈബറാണ്. അതേപോലെ ലോ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് സ്വീറ്റ് കോൺ. അതേപോലെ കണ്ണിന് ഹെൽത്തിന് ഏറ്റവും നല്ലൊരു ഐറ്റമാണ് സ്വീറ്റ് കോൺ. നമ്മുടെ എനർജി പ്രൊഡക്ഷൻ കൂട്ടുന്ന ഒരു ഫുഡാണ് സ്വീറ്റ് കോൺ. അതേപോലെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഫുഡാണ് കേട്ടോ. ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും ഈ സ്വീറ്റ് കോൺ ആഴ്ചയിൽ ഒരു 2 days എങ്കിലും സ്വീറ്റ് കോൺ സാലഡ്സിലോ ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കുന്ന രീതിയിലോ ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് സ്വീറ്റ് കോൺ. അപ്പോൾ പോകാം ഇന്നത്തെ റെസിപ്പിയിലേക്ക്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആകുമ്പം കുറച്ച് പാടാണ് കേട്ടോ. അതിൻ്റെ ലീഫ് ഇതേപോലെ ഓരോ നെതളായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കണം. ഞാനിപ്പം ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റിമൂവ് ചെയ്തിട്ട് രണ്ടെണ്ണം ഇപ്പം ഞാനിപ്പോൾ സ്റ്റീം ചെയ്യാൻ എടുത്തേക്കുന്നത് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അതിൻ്റെ ലീഫെല്ലാം കളഞ്ഞിട്ട് അടുത്തതും ഞാൻ അതേപോലെ തന്നെ ലീവ്സ് എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം മാറ്റി ക്ലീൻ ചെയ്തെടുത്തിട്ട് നല്ലതായിട്ട് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നീ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ സെയിം ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ ഇപ്പം ഞാൻ 2 എണ്ണം ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലീവ്സ് എല്ലാം കളഞ്ഞ് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വേണമെങ്കിൽ വെള്ളത്തിൽ കുറച്ച് നേരം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം അത് ഡിപ്പ് ചെയ്ത് വെക്കുക. ഒരു 10-15 മിനിറ്റൊക്കെ വെക്കേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അല്ല ഈ സെയിം ഷേപ്പിൽ ഒന്നുകൂടെ തന്നെയാണ് ആൾക്കാർക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ ഇപ്പോൾ ഒന്ന് പകുതിയായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിൽ വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഞാനൊന്ന് കട്ട് ചെയ്തത്. ചിലപ്പം കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ളതായിരുന്നു. അന്നേരം അത് ചിലപ്പം പാത്രത്തിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്തത്. ഞാനിവിടെ ഒരു ഇഡ്ഡലി കുക്കർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലൊരു നെറ്റിൻ്റെ പാത്രമാണ് ഞാൻ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്വീറ്റ് കോൺ വെച്ച് കൊടുത്തു. ഇനി അടച്ചു കൊടുക്കുക. ഇതിപ്പം വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 minutes കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ സ്വീറ്റ് കോൺ അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. 20 minutes കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്വീറ്റ് കോൺ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു 5 minutes കൂടെ കഴിഞ്ഞാണ് അടപ്പ് മാറ്റിയത്. ഇനി നമുക്ക് ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ ഇളകി വരും. ആ സ്വീറ്റ് കോൺ ആ സീഡ് പോലെ തന്നെ ഇളകി വരും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഉപ്പൊന്നും പുരട്ടിയിട്ടില്ല കേട്ടോ. ഒന്നും പുരട്ടാതെ തന്നെയാണ് സ്റ്റീം ചെയ്ത് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ നമുക്ക് സാലഡ്സിൽ ഇങ്ങനെ ഇത് ഇളക്കിയെടുത്ത് സാലഡ്സിൽ വേറെ വെജിറ്റബിൾസും കൂടെ ചേർത്ത് ലെമണോ മസാലാസ് എല്ലാം ചേർത്ത് അങ്ങനെ എടുക്കാം. ഇതിപ്പം ഞാൻ അല്ലാതെ ഒരു രീതിയിലാണ് ഇപ്പം നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ചാട്ട് മസാല, കുറച്ച് പെപ്പർ പൗഡർ, അതൊക്കെ ക്വാണ്ടിറ്റി ഓരോരുത്തർക്ക് വേണ്ട സ്പൈസി ആയിട്ട് എത്ര വേണോ അതനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ കുറേശ്ശെയാണ് ഇപ്പോൾ എല്ലാം ചേർത്തേക്കുന്നത്. കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ പിങ്ക് സോൾട്ട് ചേർത്തിട്ടുണ്ട്. പിങ്ക് സോൾട്ടിന് പകരം കാലാനമക്കോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പം പെപ്പർ, ചാട്ട് മസാല, ഷുഗർ, ചില്ലി പൗഡർ, കുറച്ച് പിങ്ക് സോൾട്ട് ഇത്രയാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചോ കൈ വെച്ചോ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ലെമണും കൂടെ എടുത്തിട്ടുണ്ട്. ലെമൺ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഈ മസാലയെ ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്വീറ്റ് കോണിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വേണമെങ്കിൽ ആ ലെമൺ അതിനകത്ത് പിഴിഞ്ഞൊഴിച്ചിട്ട് വേണമെങ്കിൽ തേക്കാം. പക്ഷേ ഇങ്ങനെ തേക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. കുറച്ചുകൂടി ഈസിയാണ്. ഇതേപോലെ കട്ട് ചെയ്യുക ലെമൺ, എന്നിട്ട് ഇതിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കുക കേട്ടോ. അന്നേരം ആ ലെമണിൻ്റെ ജ്യൂസി ആയിട്ടുള്ള അത് നീരും വരും. അങ്ങനെ ഇതിലെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതേപോലെ ഞാൻ എല്ലാ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കോണിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കടിച്ച് കഴിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കടിച്ച് കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ വേണമെങ്കിൽ ഈ മസാല തേച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മസാല തേക്കുന്നതിന് മുമ്പെയോ ഈ സ്വീറ്റ് കോൺ സൈഡ് കൊണ്ട് ഒരു പിച്ച് ഒരു നൈഫ് വെച്ച് സൈഡ് കട്ട് ചെയ്ത് കൊടുത്താലും മതി. അന്നേരം കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഇങ്ങനെ സീഡ് പോലെ തന്നെ കിടക്കും. ഓരോ കുരു പോലെ തന്നെ സ്വീറ്റ് കോൺ ഇങ്ങനെ ചെറിയ ചെറിയ അതിൻ്റെ ഒരു സീഡ് ഫോമിലുണ്ടല്ലോ, അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. എന്നിട്ട് ഞാനിപ്പോൾ ചേർത്ത ആ മസാലകളെല്ലാം അതിലോട്ട് ചേർത്ത് നാരങ്ങാനീരും
ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ അതിൻ്റെ കൂടെ വെജിറ്റബിൾസും ചേർത്ത് വേണമെങ്കിൽ സാലഡ് ഫോമിലും കഴിക്കാം, അല്ല ഇങ്ങനെ വെറുതെ മസാല ചേർത്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ ഒന്നുകൂടെ കഴിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഹെൽത്ത് വൈസ് വളരെ ബെനിഫിറ്റ്സ് ഉള്ളതാണ്. വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഒക്കെ റിച്ച് ആണെന്ന് ഞാൻ പറഞ്ഞു, ഫൈബർ റിച്ച് ആണ്. അപ്പോൾ എല്ലാവരും ഒരു വീക്ക്ലി ഒരു ട്വൈസ് എങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ സ്വീറ്റ് കോൺ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ. പിന്നെ എപ്പോഴും നമ്മൾ അങ്ങനെ അധികം കഴിക്കുന്നതും അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീക്ക്ലി ട്വൈസ് ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഹെൽത്ത് വൈസും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു വെറൈറ്റി റെസിപ്പി അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ത്രൂ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലിലോട്ട് വരിക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.